പുതുപ്പള്ളിയുടെ മനസ്സിൽ അടിയുറച്ച സ്നേഹവും കരുതലും വെറുമൊരു വോട്ട് ബാങ്കും തന്ത്രമല്ലെന്ന് ചാണ്ടി ഉമ്മൻ എന്ന ജനപ്രതിനിധി വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രചരണ കോലാഹലങ്ങളോ പത്രപരസ്യങ്ങളോ ഇല്ലാതെ തന്നെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ കോട്ടയം സാക്ഷ്യം വഹിക്കുന്നത്. സ്വന്തം മണ്ഡലത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഓരോ സാധാരണക്കാരൻ്റെയും ചെറുതും വലുതുമായ സങ്കടങ്ങളിൽ ഓടിയെത്താനും അവർക്ക് നീതി ഉറപ്പാക്കാൻ മുന്നിൽ നിൽക്കാനും ചാണ്ടി ഉമ്മൻ എന്ന MLA കാട്ടുന്ന ഈ ജാഗ്രത പൊതുപ്രവർത്തന രംഗത്ത് വേറിട്ടൊരു മാതൃകയാവുകയാണ്. കുരോപ്പട മറ്റപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷം ഉള്ളിൽ ചെന്ന് ദാരുണമായി മരണപ്പെട്ട് ആ നടുക്കുന്ന സംഭവം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയ ഒന്നാണ്. സാമ്പത്തിക ബാധ്യതകളും ചതിക്കുഴികളും മൂലം ആരും തുണയില്ലാതെ ജീവനൊടുക്കേണ്ടി വന്ന തോമസ് എബ്രഹാമിൻ്റെയും ഭാര്യയുടെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും വേർപാട് കേവലമൊരു വാർത്തയായി കടന്നുപോകാൻ ചാണ്ടി ഉമ്മൻ അനുവദിച്ചില്ല. ആ ദാരുണ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നും വേർപെട്ടുപോയ ആ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ട് ഇടപെടുകയായിരുന്നു. സംഭവത്തിൽ വലിയ ദുരൂഹതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രിക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും അടിയന്തരമായി പരാതി നൽകാൻ ചാണ്ടി ഉമ്മൻ മുന്നിട്ട് തന്നെ ഇറങ്ങി. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന പേരുകളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. വെറുമൊരു സാധാ അന്വേഷണത്തിന് പകരം DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ ക്രൈംബ്രാഞ്ചോ കേസ് ഏറ്റെടുക്കണമെന്ന ശക്തമായ നിലപാടാണ് ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ നാട്ടിലെ സാധാരണക്കാരെ വലയ്ക്കുന്ന സഹകരണ സംഘങ്ങളിലെ ക്രമക്കേടുകൾ ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സഹകരണ വകുപ്പിൻ്റെ പ്രത്യേക അന്വേഷണം വേണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ചാണ്ടി ഉമ്മൻ്റെ ഈ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കേസിൽ ജില്ലാ പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നത്. ഉത്തരവാദികൾ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ഉറപ്പ് നാട്ടുകാർക്ക് ലഭിച്ചതും ഈ ഇടപെടലിലൂടെയാണ്. പരസ്യങ്ങളിലൂടെയോ വലിയ പ്രഖ്യാപനങ്ങളിലൂടെയോ അല്ല, മറിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ ആപത്തുകളിൽ താങ്ങായി നിൽക്കുമ്പോഴാണ് ഒരു നേതാവ് യഥാർത്ഥത്തിൽ ജനഹൃദയങ്ങളിൽ ഇടം നേടുന്നത്. നാടിൻ്റെ സങ്കടങ്ങളിൽ പങ്കുചേരാനും അനീതിക്കെതിരെ വിരൽ ചൂണ്ടാനും പ്രതിസന്ധിയിൽ ആശ്വാസമേകാനും എപ്പോഴും മുന്നിലുണ്ടാകും എന്ന പുതുപ്പള്ളിക്കാർക്ക് നൽകിയ ഉറപ്പാണ് ചാണ്ടി ഉമ്മൻ ഇവിടെ പാലിക്കുന്നത്. പദവികൾക്കും രാഷ്ട്രീയത്തിനും അപ്പുറം മനുഷ്യത്വത്തിനും നീതിക്കും വില കൽപ്പിക്കുന്ന ഇത്തരമൊരു നിലപാടാണ് ചാണ്ടി ഉമ്മൻ എന്ന ജനനായകനെ വേറിട്ടു നിർത്തുന്നതും ജനങ്ങളുടെ പ്രിയങ്കരനാക്കുന്നതും.